ഹലോ, ഞാൻ അനിൽകുമാർ. എൻ്റെ യൂട്യൂബ് ചാനലായ ടിപ്സ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ വന്നതെന്ന് അറിയോ, ഇവന്മാരെ കണ്ടോ? ഇവന്മാർ എൻ്റെ ക്യാമ്പിലെ പട്ടികളാണ്. എന്താ പറയുക, അവന്മാർക്ക് ഭക്ഷണമൊന്നും ആരും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവന്മാർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വാലാട്ടി കാണിച്ചു പറഞ്ഞ് കുറച്ച് ഫുഡ് എടുത്തു തരുമെന്ന് മെസ്സിൽ നിന്ന്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മെസ്സ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇവന്മാരിങ്ങനെ നിരന്തരമായിട്ട് എന്നോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് ഫുഡ് എടുത്ത് ചേട്ടാ, ഫുഡ് എടുത്ത് ചേട്ടാ. ഇനി എന്തും പറ്റുന്ന വിചാരിച്ച് ഞാൻ മെല്ലെ മെസ്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ നോക്കി വല്ല ഫുഡുണ്ടോ എന്ന് നോക്കണ്ടേ. 10, 60, 70, 80 അടുത്ത ആൾക്കാർ കഴിക്കുന്ന മെസ്സാണ്. ആദ്യം ഞാൻ കഞ്ഞിക്കലത്തിലേക്ക് നോക്കി. അയ്യോടാ, അത് കാലി. കുറച്ചുണ്ട്, ഒരു കിലോ കിട്ടും. പിന്നെ ഇതാണ് ചപ്പാത്തി, അതും കുറച്ചുണ്ട്, അതും കുറച്ച് എടുത്തു ഞാൻ. പിന്നെ ഇവർക്ക് ഒരു പീസ് കിടപ്പുണ്ട്. ഭാഗ്യവാനാണ് ഭാഗ്യവാൻ, ഒരു ലെഗ് പീസ് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി പാത്രമെല്ലാം കാലിയാണ്. കുറച്ച് എടുത്തേക്കാം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുന്നത് നമ്മുടെ പയ്യൻ വന്ന്. അവൻ വന്ന് അണ്ണ എടുത്ത് കൊടുക്കണ്ട, നമ്മുടെ പട്ടിക്കുട്ടികളല്ലേ കഴിക്കട്ടെ, ഇവന്മാർക്ക് പിന്നെ നമ്മളല്ലാണ്ട് വേറെ ആരാ കൊടുക്കുന്നത് അവന്മാർ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ താഴെ നിന്ന് ഒരു പാത്രം ഇങ്ങനെ എടുത്ത് അവനാണ് ആ പാത്രം നിറച്ച് ചോറ് ഇട്ട് വന്ന് ആരോ എടുക്കാണ്ട് മിസ്സായപ്പോൾ പീസ് തന്നെ എടുത്ത് ഫ്രണ്ടിൽ വെച്ച്. വലിയൊരു പീസാണ് കേട്ടോ, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ചിക്കൻ ബിരിയാണിക്കകത്ത് കാണുന്ന അതുപോലത്തെ വലിയൊരു ലെഗ് പീസ്. അതെങ്കിൽ ചിക്കനെങ്കിൽ ചിക്കൻ അത് മേടിച്ച് അവൻ ഓണത്തിന് അത്തപ്പം ഇടുന്ന പോലെ നല്ല ഡിസൈനായിട്ട് ചോറിൻ്റെ 4 സൈഡും ഇതുപോലെ ചാറിങ്ങ വാരി നല്ല മസാലയൊക്കെ വെച്ച് നല്ല CRPFൻ്റെ നല്ല സൂപ്പർ ഫുഡ്. ഒരു പ്ലേറ്റ് ഉണ്ട്, എല്ലാവർക്കും തികയുന്നില്ല. എൻ്റെ വറവും കാത്ത് ഇവന്മാരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവന്മാർക്ക് ചെറിയൊരു ആക്രാന്തമുണ്ട്, ശ്രദ്ധിച്ചില്ല ഇവന്മാർ പാത്രത്തിൽ കയറി ചാടിക്കടിക്കും. പിന്നെ ആ പാത്രം പിന്നെ മോശമായി കളയും. പിന്നെ എനിക്ക് വൈകുന്നേരം പിന്നെ ആ പാത്രത്തിൽ ചോറ് കഴിക്കണ്ട. പിന്നെ അതൊന്നും ഞാൻ നോക്കിയില്ല, പാവങ്ങളല്ലേ, നമ്മളല്ലാണ്ട് നേരം കൊടുക്കുന്നത്. ഒരുത്തൻ കയറി ഫസ്റ്റ് തിന്നത് കണ്ടോ, ബാക്കിയുള്ള കണ്ടോ ഫസ്റ്റ് തന്നെ ലെഗ് പീസ് താഴെ വീണുണ്ടോ, ആറ് കിട്ടി അതാണ്ടോ. ആ സെൻട്രൽ വന്നാൽ അവൻ ചാടി പിടിച്ച ലെഗ് പീസ് ചാടി എടുത്ത്. ബാക്കി എല്ലാവർക്കും ഒരു സ്ഥലത്തിന് ഇട്ടാൽ ശരിയാവില്ല. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിപിടി നടക്കും. അതുകൊണ്ട് 2 സ്ഥലത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതൊന്നും പോരാ കേട്ടോ, ഒരു ടീം അപ്പുറം മാറി ഇപ്പുണ്ട്. ഇതാണ് ഇപ്പോൾ വലിയ ടീമാണ്, ഇതാണ് സീനിയർ ടീം. ജൂനിയർ ടീം ഇതാണ്ട് അവിടെ നിൽക്കുന്നത്. ജൂനിയർ ടീം ഇങ്ങോട്ട് വരത്തില്ല, കാരണം ഇവന്മാർ പിടിച്ച് കടിക്കും. ഇവന്മാരുടെ ഈ പരിപാടിയൊക്കെ ഞാൻ കുറച്ച് നേരം വീക്ഷിച്ചിട്ട്, കഴിക്കുന്ന പരിപാടിയെല്ലാം വീക്ഷിച്ചിട്ട്, ഇതെന്താ ഹൈവക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവൻ കയറി അവനെ നാട്ടി പായിച്ച് കുടിച്ച് ഞാൻ. കാരണം അവൻ കുറച്ച് കഴിച്ചാൽ, ഇനി കഴിക്കാത്ത കുറേ പിള്ളേരുണ്ട്, അവന് കഴിക്കാനും കൊടുത്ത. എന്നാലും അവൻ തന്നെ വരുന്നു. ഇനി ഇവന്മാരെ വിട്ട് നമ്മുടെ ജൂനിയർ പിള്ളേരെ കാണാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. ഒരുത്തൻ എൻ്റെ വരവും കാത്ത അവിടെ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു. അവനാണ് എൻ്റെ വഴികാട്ടി. അവൻ എന്നെ വഴി കാണിച്ചുകൊണ്ട് പോവാ. വാ ചേട്ടാ വാ, നമ്മുടെ സ്ഥലം ഇവിടെയല്ല, ചേട്ടൻ എന്തിനാ അവിടെ നിൽക്കുന്നത് എന്മാർ എന്നോട് ചോദിക്കുന്നത്. ശരി മക്കളെ, ഞാൻ വരുന്നു പറഞ്ഞു. അവിടെ കുറച്ച് പേരുണ്ട്, വിളിച്ചാലന്മാർ വരുള്ളൂ. കാരണം ഇമാർക്ക് ഈ വലിയമാരെ പേടിയാണ്, അതുകൊണ്ട് ഈ ടിൻഷീറ്റിൻ്റെ അകത്ത് ഇമാർ ഒളിച്ചിരിക്കുള്ളൂ. പക്ഷേ എൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അമ്മമാർ ചാടി വരും. ഓരോന്നായിട്ട് പുറത്ത് ചാടി വരുന്നു. ഇമാർ ജൂനിയേഴ്സാണ്, അടുത്ത തലമുറയാണ് ഇവിടുത്തെ. ഇവനാണ് ഇവിടുത്തെ എല്ലാവരെയും മാതാവ്. ഇവൻ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ. ഇവരെ എൻ്റെ വെൽക്കം ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമറ ഇച്ചിരി ക്വാളിറ്റി കുറവായി കേട്ടോ, അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. പിന്നെ ഒരു കയ്യിൽ ഫുഡും പിടിച്ചോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക അൺബാലൻസിങ് ആയിരിക്കും, അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. 2 പേർക്കും പപ്പാതി ഇട്ട് കൊടുത്തു. ജൂനിയർ മക്കൾക്ക് ഇപ്പുറം അങ്ങ് കൊടുത്തു, അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവർ എൻ്റെ യൂട്യൂബിൻ്റെ പാർട്ണർമാരാണ് കേട്ടോ. എൻ്റെ ചില മിക്ക വീഡിയോകളും ഇമാരെ കാണാം. ഈ കുഞ്ഞന്മാരെ എൻ്റെ വീഡിയോയ്ക്കെല്ലാം നല്ല സഹകരണമാണ്. ഈ കറുപ്പുണ്ടല്ലോ, ഇതിന് അവിടെ കഴിക്കണോ ഇവിടെ കഴിക്കണോ എന്നൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. കാരണം പുള്ളിക്കാരത്തിക്ക് ഒരു പ്രത്യേകമുണ്ട്, പുള്ളിക്കാരത്തിക്ക് ഒറ്റയ്ക്ക് കൊടുക്കണം. പുള്ളിക്കാരത്തി അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുന്ന സൈസല്ല പുള്ളിക്കാരത്തി. പുള്ളിക്കാരത്തി ഒന്ന് കമ്മിയിട്ട് ഒന്ന് മാറി. പിന്നെ പുള്ളിക്കാരത്തി അങ്ങനെയൊന്നും അധികം ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല ഈ ഇവരുടെ ഭക്ഷണത്തിൽ. കാരണം ഇവരുടെ എല്ലാവരും തള്ളയാണല്ലോ പുള്ളിക്കാരത്തി, മക്കൾ കഴിക്കണമെന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇത് കണ്ട ഈ വാലാട്ടി എന്നോട് സ്നേഹപ്പെടാണ് ഭക്ഷണം കൊടുത്തതന്നെ. ഇവറ്റുകൊണ്ട് എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ട വാല് കിടന്ന് ആടുന്നുണ്ട്. ശരിക്ക് കാറ്റാടി കിടന്ന് ആടുന്ന പോലെയാണ് കിടന്നത് ഈ വാലിക കിടന്ന് ആടുന്നത്. എൻ്റെ ഫുഡെല്ലാം കൊടുത്ത് ഇവരുടെ ഈ സ്നേഹപ്രകടനത്തിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ചാടുന്നു, കഴിക്കുന്നു, ഉമ്മ വെക്കാൻ വരെ. ഞാൻ ഇച്ചിരി കുനിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് 2-3 ഉമ്മയെങ്കിലും എനിക്കിട്ട് കിട്ടിയനെ. അതുപോലത്തെ പ്രകടനം നടന്നത്. ഇതിൽ എൻ്റെ അതുണ്ടോ ഈ പുള്ളിക്കാരത്തിൽ സ്നേഹമാണ്. അവിടെ കേട്ടത് പുള്ളിക്കാരത്തിൽ കാലയിലൊരു പുള്ളിക്കാരത്തിൽ കിടക്കും. പുള്ളിക്കാരത്തിൽ ഒരു 18ാമത്തെ അടവാണത്. നമ്മൾ അടിക്കാൻ പോവോ ഒന്ന് ഓടിക്കാൻ പോകണം, പുള്ളിക്കാരത്തിൽ ചാടി കാലയിലോട്ട് അങ്ങ് വീഴുക ചെയ്തോണ്ടല്ലോ. കാലങ്ങ് കെട്ടി അങ്ങ് പിടിച്ചങ്ങ് മറിഞ്ഞ്. എൻ്റെ ദൈവമേ, ചേട്ടാ നല്ല പരിപാടി ചേട്ടൻ ചെയ്തു തന്നെ കേട്ടോ. ഇനിയും ഇതുപോലെ ചേട്ടൻ ഫുഡ് എടുത്തിട്ട് വരണം എന്നാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം. അതെല്ലാം കഴിഞ്ഞിട്ട്